ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെഫ്നസ് ഫെയറി ടൈം. ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്ന കണ്ടിട്ട് ഇതൊരു കുക്കിംഗ് വീഡിയോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇത് ഒരു ഒത്തുകൂടലിൻ്റെ ഒരു വീഡിയോ ആണ്. എൻ്റെ ഇക്കാൻ്റെ ഫ്രണ്ട്സും ഇവിടെയുള്ള നെയ്ബേഴ്സൊക്കെ പാടെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇക്ക പുതിയ വണ്ടി എടുത്തപ്പോൾ അവർക്ക് എല്ലാവർക്കും ചിലവൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് ഇക്ക പുറത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കന് വീട്ടിൽ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ അതാ ഞാൻ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്തു. എന്നിട്ട് ഇതാ കഴുകി വെച്ച ചിക്കനിലോട്ട് അതിട്ട് കൊടുത്ത് നന്നായി കൈ വെച്ചിട്ട് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് അതിൻ്റെ മേലേക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. ഞാൻ ചേർക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ചേർത്ത് കൊടുത്തു. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പിലൊക്കെ ഇട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ പൊരിക്കാനുള്ള ടൈമായപ്പം പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വലിയൊരു ഉരുളി തന്നെ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തു. പിന്നെ അതാ നമ്മുടെ ഓയിൽ അതിലോട്ട് ഒരു 2 പാക്കൊക്കെ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഓയിൽ ചൂടായതിന് ശേഷം നമ്മുടെ ആ കായം കൂട്ടിയ ചിക്കന് അതിലോട്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ട് പൊരിയട്ടെ. വെറുതെ ഇരിക്കല്ലെന്ന് വിചാരിച്ച് ചിക്കനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുത്തപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കരിയുന്നതിന് മുന്നേ വേറൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ എന്ന് വിചാരിച്ചു. വേഗം കോരി വേറൊരു പാത്രത്തിലോട്ട് ഇട്ടു. ചിക്കൻ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ടേസ്റ്റ് ഉണ്ടോയെന്ന് കഴിച്ചാൽ തന്നെ അറിയുള്ളൂ. ചിക്കൻ ഫുള്ള് കോരി ഇട്ടപ്പോഴേക്കും കോളിംഗ് ബെല്ല് അങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ പോയി നോക്കിയപ്പോൾ നമ്മുടേതാ ചോറ് എത്തിയിട്ടുണ്ട്. ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നെയ്ബേഴ്സൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ ആദ്യൻ്റെ ഫ്രണ്ട്സാണ്, അവരൊക്കെ എത്തി ഭയങ്കര കളി തുടങ്ങി. പിന്നെ എൻ്റെ ആമിമോളൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. അവർ റോട്ടുമേൽ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അവിടെ അവർ ഇരിക്കാനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കയറി ഇരിക്കുകയാണ് അവരൊക്കെ. പിന്നെ അവർ എന്തോ പടക്കോ പൂത്തിരി എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഒന്ന് പുറത്തോട്ട് പോയി. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ചോറ് വിളമ്പാന്ന് വിചാരിച്ചു. കുട്ടികളതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയായി. പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞതിന് ശേഷം ഇക്കത ചോറൊക്കെ കുത്തി റെഡിയാക്കി. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട്സിനുള്ള ചോറൊക്കെ പുറത്തോട്ട് കൊണ്ടുപോയി അവരവിടെ ഇരിക്കാനുണ്ടാക്കി അവിടെ നിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. ഞങ്ങൾക്കുള്ള ചോറ് അകത്തോട്ടും തന്നു. അവരവിടെ പോയി എല്ലാവരും ഇരുന്ന് വിളമ്പി കഴിച്ചു. പിന്നെ ചോറൊക്കെ നല്ല അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഭയങ്കര രസമാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒത്തുകൂടണം എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.